أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് 7 ഐറ്റം വെർബുകളെ കുറിച്ചാണ്. 7 ഐറ്റം. നേരത്തെ ഇതിനു മുമ്പ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഫിഅലുകൾ 3 അക്ഷരം അതുപോലെ 3 അക്ഷരത്തേക്കാൾ കൂടുതൽ 4 അക്ഷരം മാത്രം അല്ലെങ്കിൽ 4 അക്ഷരത്തേക്കാൾ കൂടുതൽ എന്ന രൂപത്തിലായിരുന്നു മുമ്പ് പറഞ്ഞിരുന്നത്. ഇത് വേറൊരു രൂപത്തിലുള്ള വിഭജനമായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നടത്തിയത്. ഒന്നാമത്തെ ഐറ്റം നമ്മൾ പറഞ്ഞു സ്വഹീഹുൻ, സ്വഹീഹായ ഫിഅൽ. അപ്പൊ ഇത് തന്നെ സുലാസിയിൽ സ്വഹീഹായത് വരും, റുബായിയിൽ സ്വഹീഹായത് വരും, സുലാസി മുജറദിൽ സ്വഹീഹായത് വരും, സുലാസി മസീദിൽ റുബായി മുജറദ് റുബായി മസീദ് ഇവകളിലൊക്കെ സ്വഹീഹായത് വരും. ഇപ്പൊ നോക്കുക, ലറബ, ഇതിന് കൊടുത്ത ഉദാഹരണം ഒന്ന് ലറബ എന്നുള്ളതാണ്. ലറബ എന്നുള്ളത് അത് സ്വഹീഹാണ്, അത് സുലാസി മുജറദ് സ്വഹീഹാണ്. അത് സുലാസി മസീദ് ബിഹി സ്വഹീഹാകുമ്പോൾ അല്ലുറബ സ്വഹീഹാണ്. അലിഫ് അതിൽ തുടക്കത്തിലുണ്ട്, അതെന്തിൻ്റെ അടയാളമല്ല, ഇല്ലത്തിൻ്റെ അടയാളമല്ല. കാരണം ഫഅല എന്ന രൂപത്തിൽ എവിടെയൊക്കെ വരുമോ ആ ഭാഗത്ത് ഉള്ള ലെറ്ററാണ് സ്വഹീഹാണോ മുഅത്തല്ലാണോ നമ്മൾ പരിഗണിക്കുക. അഫ്അല എന്നുള്ളതിൽ അൽറബ എന്ന് പറയുമ്പോൾ ലറബ 3 സ്വഹീഹ ലെറ്റേഴ്സ് ആണ്. ഇനി നമ്മൾ ഇഫ്താലിന്റെ അവിടെ ഇൽതറബ, അവിടെയും സ്വഹീഹ് തന്നെയാണ്. ലാറബ അതും സ്വഹീഹാണ്. അലിഫ് അതിലുണ്ട് നോക്കണ്ട, അലിഫ് എല്ലാം സ്വഹീഹാവും. അതിന്റെ മസീദ് ഫീഹിൽ വരുന്നതെല്ലാം സ്വഹീഹാവും. അതിനാ നമ്മൾ ഇതിന് സ്വഹീഹിനൊരു നിയമം പറയുന്നത്, ഫാ ഐന് ലാമ് തുടങ്ങി ആ സ്ഥാനത്ത് വരുന്ന ലെറ്ററുകൾ സ്വഹീഹായാൽ സ്വഹീഹാണ്. അപ്പൊ നമ്മള് ഇനി രണ്ടാമത് പറഞ്ഞു മഹ്മൂസുൻ, ഹംസയുള്ളത്. അപ്പൊ ഒന്നിരിക്കെ ഏതെങ്കിലും ഒരു അക്ഷരത്തിൽ ഒരക്ഷരം ഹംസയായി വന്നു കണ്ടോ. അമറ, അതിന് വരുന്ന ഏത് ഫീലും മഹ്മൂസായിരിക്കും. അമ്മറ, ആമറ, അഅ്മറ, ഇഅ്തമറ, ഇസ്തഅ്മറ ഒക്കെ അങ്ങനെ തന്നെ വരും. സഅല, അപ്പൊ സഅല അതുപോലെ തന്നെ അതിന്ന് വരുന്ന എല്ലാം മഹ്മൂസായിരിക്കും. ഇനി നോക്ക് മിസാല്, മൂന്നാമത് നമ്മൾ പറഞ്ഞത് മിസാലായിരുന്നു. മിസാൽ എന്ന് പറഞ്ഞാൽ ഫാ ഫീല് മുഅത്തല്ലായത് വഅദ. ഇനി അതിന്ന് ഏത് ഫീല് വന്നാലും സുലാസി മസീദ് ആവട്ടെ മുജറദിന്റെ വ്യത്യസ്ത രൂപങ്ങളാവട്ടെ എന്ത് വന്നാലും അതൊക്കെ മിസാലാണ്, ഇല്ലത്തിന്റെ അക്ഷരങ്ങളുള്ളതാണ്. വാഅദ, ഔഅദ, വഅദ, തവഅദ
തവാഅദ, ഇവ്തഅദ, ഒക്കെ അങ്ങനെ തന്നെ വരിക. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച അത് വേറൊരു രൂപത്തിലുള്ള വിഭജനമാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് മറ്റൊരു രൂപത്തിലുള്ള വിഭജനമാണ് നമ്മൾ മനസ്സിലാക്കണം. അടുത്തത് അജ്വഫും തന്നെ അങ്ങനെ തന്നെ. കാല, കവ്വല, കാവല, അകാല ഒക്കെ വരുമ്പോൾ തകവ്വല, തകാവല, ആ വിഷയങ്ങളൊക്കെ വരും, അങ്ങനെ വരും. അതിൻ്റെ മസീദ് ഫീഹിയും വരുമ്പോഴൊക്കെ ഈ ഒരു ഇല്ലത്തായിരിക്കുക എന്നുള്ളത് അവിടെ നിലനിൽക്കും. ബാ, അതും അങ്ങനെ തന്നെ അജ്വഫാണ്. നാഖിസും അങ്ങനെ തന്നെയാണ്. ദഅ, ദഅ യദ്ഉ, ദഅ, ദഅ എന്നുള്ളതിൻ്റെ ലാം ഫീൽ മുഴത്തല്ലാണ്. അത് ഏത് മസീദ് ഫിഹി രൂപം വന്നാലും ആ സ്ഥലങ്ങളൊക്കെ എന്താണ്? മുഴത്തല്ലായിട്ടാണ് വരിക. ദഅ, യദ്ഉ. ലഫീഫ് മഫ്റൂഖ്, വഖായഖി, പിന്നെ പറ ലഫീഫ് മഖ്റൂന്, ഖവിയ യഖ്വ, മുളഅഫ്, മദ്ദ യമുദ്ദു. ഈ സംഗതികളെല്ലാം ഇല്ലത്തിൻ്റെ ലെറ്ററുകളായി വരുന്ന ഭാഗങ്ങൾ അതിൻ്റെ സുലാസി മസീദ് ഫീഹിയിലും അത് മുഴത്തല്ല തന്നെ ആയിരിക്കും. അപ്പൊ ഈ മുഴത്തല്ലായി വരുന്നത് ചില വ്യത്യാസങ്ങൾ വരും. സ്വഹീഹ് സർഫാകുന്നത് പോലെയല്ല. നമ്മളിപ്പോൾ സ്വഹീഹ് സർഫാക്കുന്നതേ ഈ പാഠത്ത് പഠിച്ചിട്ടുള്ളൂ. സ്വഹീഹ് സർഫാക്കുന്ന രൂപമേ നമ്മൾ എന്തായിട്ടുള്ളൂ ഈ കിതാബിൽ പഠിച്ചിട്ടുള്ളൂ. എന്നാൽ ഈ പറയപ്പെട്ട ഫീലുകളൊക്കെ സർഫാക്കണം. ഇപ്പൊ കാല സർഫാക്കണം. അപ്പൊ അതെങ്ങനെ സർഫാക്കുക? അത് നമ്മൾ അസ്ലിയായ ഒരു രൂപം അതിന് പറയും. ഉദാഹരണം പറയാം. കാല, കാല എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റത്തെ ലെറ്റർ ഫത്ഹാണ്. രണ്ടാമത്തെ ലെറ്റർ അലിഫിന് സുക്കൂനാണ്. മൂന്നാമത്തെ ലെറ്റർ ലാമിന് ഫത്ഹയാണ്. ഇങ്ങനെ ഒരു രൂപം നമ്മൾ സുലാസി മുജറദിൽ പറഞ്ഞിട്ടില്ല. ഫസ്റ്റത്തത് ഫത്ഹയും നടുത്തത് സുക്കൂനുമായിട്ട് പറഞ്ഞിട്ടില്ല. എങ്ങനെ പറഞ്ഞിട്ടുള്ളൂ? ഫസ്റ്റത്തത് ഫത്ഹ, നടുത്തത് ഐൻ ഫീല് ചിലപ്പോൾ ഫത്ഹാകും, കസ്റാകും, ലമ്മയാകും. ലാം ഫീലും ഫത്ഹ, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ കാല എന്നത് എങ്ങനെയാ വന്നത്? അത് ഫീലല്ലേ? ഫീലാണ്. അപ്പൊ നമ്മൾ അതിന് അസ്ലിലേക്ക് പോകും. ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അപ്പൊ കാല എന്നതിൻ്റെ അസ്ല് കവല എന്നാണ്. അസ്ല് കവല എന്നാണ്. അപ്പൊ ശരിയായി, ഫഅല എന്നുള്ള രൂപത്തിലായി കവല. അപ്പൊ അടുത്ത ചോദ്യം, ഈ കവല എന്നുള്ളത് എങ്ങനെ കാല എന്നായത്? അപ്പൊ അതിനാണ് നമ്മളൊരു നിയമം പറയുക. വാവ് ഹർക്കത്തുണ്ടായിരിക്കെ അതിന് മുമ്പുള്ളത് ഫത്ഹ ആകുമ്പോൾ ആ വാവിനെ മറിച്ച് അലിഫാക്കണം എന്നൊരു നിയമമുണ്ട്. ഈ നിയമങ്ങളെ നമ്മൾ സഞ്ചാനിൽ പഠിക്കാട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇപ്പൊ ഒന്ന് പറഞ്ഞു വരുന്നേ. വാവ് ഹർക്കത്ത് ഉള്ള അവസ്ഥയിലും അതിന് മുമ്പുള്ള ലെറ്റർ, ഇവിടെ കാല എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പ് കവല എന്നുള്ളതിൻ്റെ മുമ്പ് വാവിൻ്റെ മുമ്പ് കാഫാണ്. അതിന് ഫത്ഹയായപ്പോൾ ആ വാവിനെ മറിച്ച് എന്താക്കി? അലിഫാക്കി. അപ്പൊ കാല എന്നായി മാറി. ഉദാഹരണം പറയാൻ പറ്റുമോ? അതങ്ങനെ. ആ, ഇനി വേറൊന്നും കൂടി പറയാന്. അതിന്റെ ദഅയ എന്നാണ് അതിന് വരിക. ദഅയ, ദഅവ എന്നും പറയാം. ദഅവ.
ദഅവ. ദഅവത്ത് എന്ന് വിചാരിച്ചാ വരിക. അപ്പൊ ആ, വാവ് വാവാണ് വരിക, വാവിയായിട്ടാണ് വരിക. അത് ദഅ. പക്ഷെ ഇതിന്റെ അസ്ല് എവിടെ? ഓക്കെ, ബൈഅയും ഖൗലും. ആ ഓക്കെ, യെസ് യെസ്, അതെ അതെ അതെ. ചിലത് രണ്ടുമായിട്ടും പറയും, ചിലത് അങ്ങനെ രണ്ടും പറയും. കാരണം അത് ലൈഫായത് ഏതും അവിടെ അങ്ങോട്ട് ഒരു സ്ഥിരത അല്ലല്ലോ ലൈഫായ ലെറ്ററിന്, അതുകൊണ്ട് അങ്ങനെ പറയാം. പിന്നെ മസ്തർ എന്ന് മനസ്സിലാവും നമുക്കത് വാവിയാണോ യാ ഇ ആണോ എന്ന് നമുക്ക് മസ്തർ എന്ന് മനസ്സിലാവും. ഇപ്പോൾ കാല കൗല്, ബൈഅ് കച്ചവടം, അതുപോലെ ദുആ ദഅവത്ത്, പിന്നെ അങ്ങനെ ആ രൂപത്തിൽ വരും. അപ്പൊ അവിടെയാൻ തന്നെ ദഅയ അല്ലെങ്കിൽ ദഅവ എന്നാണ് അവിടെ ഉണ്ടാകുക അസ്ല്. അവിടെ വാവ് എന്ത് ചെയ്തു? ഹർക്കത്തുള്ളതും മുമ്പുള്ള അക്ഷരം ഇവിടെ ഐനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു കൊടുത്ത കാഫായിരുന്നു, ഇവിടുത്തെ ഐനായപ്പോൾ ആ വാവിനെ അല്ലെങ്കിൽ യാഇനെ മറിച്ച് അലിഫ് ആക്കി. അപ്പൊ ദആ എന്നായി. അപ്പൊ അസ്ലിൽ അടിസ്ഥാനപരമായി അതിൽ 3 ലെറ്ററുകൾ ഉണ്ട്. 3 ലെറ്ററുകൾ അവിടെ ഉണ്ട്. അത് നമ്മൾ ഏതെടുത്തു നോക്കിയാലും ഉണ്ടാവും. അപ്പൊ ഈ ഒരു അസ്ല് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? വെച്ച് അസ്ലിൽ നിന്നും തെറ്റാൻ ചില കാരണങ്ങൾ ഉണ്ടാവും. ആ കാരണങ്ങളുമാണ് നമ്മൾ സഞ്ചാൻ എന്ന് പറയുന്ന കിതാബിൽ പഠിക്കുക. മനസ്സിലായോ? ഞാനൊരു ഖുർആനിലെ ടെക്സ്റ്റ് കാണിച്ചു തരാം. ഇതാ, ഇതൊരു ഫെയിലാണ്. ഇത് വേറൊരു ഫെയിലാണ്. നമ്മളിപ്പോൾ പഠിച്ചു പോയ സുലാസി മസീദ് ഫീഹി വിഭാഗത്തിൽപ്പെട്ട 2 ഫീലുകളാണവ. ഏത് ബാബാന്ന് പറയാൻ കഴിയുമോ ഡോക്ടർ സാഹിബേ? ഇഫ്തഅല ബാബ് കണ്ടില്ലേ? ഇഫ്തഅല. ആ ഓക്കെ ഓക്കെ. ഇഫ്തഅല ബാബ്, ഇഫ്തഅല അതാണ് ഈ മേലത്തെ ഇഹ്തദൗ എന്നുള്ളത്. അപ്പോ ഇഹ്തദയ എന്നാണ് വരിക. ഇഹ്തദയ, അത് ഇഹ്തദാ എന്നാവും. ഇഹ്തദയ എന്നത് ഇഹ്തദയ എന്നായി മാറും. അപ്പൊ യെസ്, ഇഹ്തദാ അതിന്റെ അത് സർഫാക്കുമ്പോൾ ഇഹ്തദാ ഇഹ്തദയാ അങ്ങനെ സർഫാക്കുക. ഏതുപോലെ ഇഫ്തഅല ഇഫ്തഅല, ഇഹ്തദാ ഇഹ്തദയാ. അവിടെ അസ്ലിലേക്ക് പോകും ഇഹ്തദയാ. അവിടെ മൂന്നാമത്തത് വരേണ്ടത് ഇഹ്തദയൂ എന്നാ വരേണ്ടത് ശരിക്ക്. ഇഫ്തഅലു അല്ലേ? ആണല്ലേ വരണ്ടേ? ഇഹ്തദാ ഇഹ്തദയ ഇഹ്തദയു. അവിടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ യാ ഹർഫു ലഈഫാണ്, അതിന്മേൽ ലമ്മത്ത് ഭാരമായ ലമ്മത്താണ്, സ്ട്രോങ് ഹർക്കത്താ വന്നത്. ലമ്മത്ത് ഭാരമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ഭാരമായ ഹർക്കത്ത് ലമ്മാണ്, പിന്നെ ഭാരമായ ഹർക്കത്ത് കസ്റാണ്, തീരെ ഭാരമില്ലാത്തത് ഫത്ഹയാണ്. ഫത്ഹ വാവിലും യായിലൊക്കെ വരാം, ലമ്മും കസ്റും വരാൻ പാടില്ല, വന്നവർക്ക് താങ്ങില്ല. അപ്പൊ ഇവിടെ ഇഹ്തദയൂ എന്ന് പറയുമ്പോൾ യാ ഹർഫ് ലഈഫ്, ലമ്മത്ത് കവി, ലമ്മ് കവിയാണ്, സ്ട്രോങ് ആണ്. അപ്പൊ എന്ത് ചെയ്തു? ആ ലമ്മത്തിനെ കളഞ്ഞു. അപ്പൊ ഇഹ്തദയൂ എന്നുള്ളതിൽ ആ യാഇന്റെ ലമ്മത്തിനെ കളഞ്ഞാൽ
എന്തുണ്ടാകും? ഇഹ്തദ യ് വ് എന്നുണ്ടാവും. യ് വ്. യാൻ്റെ ലമ്മത്തല്ലേ കളഞ്ഞിട്ടുള്ളൂ, യാനെ കളഞ്ഞിട്ടില്ലല്ലോ. ഒരു യാ ഉണ്ടാവും, ഒരു വാവ് ഉണ്ടാവും സുക്കൂനായിട്ട്. രണ്ടും സുക്കൂനായിട്ട് യാവും വാവും ഉണ്ടാവും. അറബി ഭാഷാ നിയമപ്രകാരം സുക്കൂന് ഉള്ള രണ്ട് അക്ഷരങ്ങൾ അടുപ്പിച്ചു വന്നാൽ ഒരു സുക്കൂനുള്ളതിനെ കളയണമെന്നാണ്. ഒരു സുക്കൂനുള്ളതിനെ കളയണമെന്നാണ്. അപ്പോ ആ യാഇനെ കളഞ്ഞു. രണ്ട് സുക്കൂനുള്ള ഒരു ലെറ്ററുകൾ അടുപ്പിച്ചു വന്നാൽ ഒരു സുക്കൂനുള്ളതിനെ കളയണം എന്നാണ്. അപ്പൊ ഇവിടെ വാവിനെ കളയാൻ കോലല്ല. വാവ് ലമ്മിന്റെ വാവാണ്, സോറി ജംഇന്റെ വാവാണ്. അതവിടെ നിലനിർത്തി ഈ യാഇനെ കളഞ്ഞു. അപ്പൊ ഇഹ്തദൗ എന്നായി മാറി. ഇഹ്തദൗ. ഓക്കെ. അപ്പൊ അതിലെന്ത് ചെയ്തു? ആ യായിനെ കളഞ്ഞു. അവിടെ അപ്പൊ നമ്മള് ഇങ്ങനെ ഇഹ്തദൗ എന്നുള്ള നമ്മളിങ്ങനെ എത്ര നോക്കിയാലും ചിലപ്പോ ഇതിപ്പോ ഏതാപ്പോ ഇഫ്താല ഇഫ്താല ഇഫ്തഅലു എന്നല്ലേ. ഇതിലപ്പോ ഇഹ്തദൗ എന്ന് പറയുമ്പോൾ ഒരു അക്ഷരം ഇല്ലല്ലോ, പിന്നെ ആ ബാബാവാൻ സാധ്യത ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷെ നമ്മൾ അവിടെ ഏത് അപ്ലൈ ചെയ്യും? അത് നാക്കിസായ ലാം ഫീല് മുഴുത്തല്ലായ ഫീലായതുകൊണ്ട് അവകൾക്ക് അവിടെ ഒരു ഒരക്ഷരം അവിടെ ഉണ്ടായിരുന്നു, ആ അക്ഷരം നഷ്ടപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. അപ്പൊ അതിനാണ് നമ്മൾ ഈ സ്ട്രക്ചർ 5ഉം 14ഉം 19ഉം 20ഉം 23 ഈ 23 സ്ട്രക്ചറുകൾ നമ്മൾ പഠിച്ചത് അതിനാണ്. ഒറ്റൊന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ കണ്ടോ? തവല്ലൗ. തവല്ലൗ. അവിടെ നോക്ക്, അത് തഫഅല ബാബാണ്. തഫഅല തഫഅല തഫഅലു എന്നാണ്ടാവുക അസ്ലിയായിട്ട്. ഇത് ഇവിടെ തന്നെ അങ്ങനെ തന്നെ. തവല്ല തവല്ലയ തവല്ലയ അതുണ്ടാകുക. തവല്ല. തവല്ല തവല്ലയ തവല്ലയു. തവല്ല തവല്ലയ തവല്ലയു. അവിടെയും നേരത്തെ പറഞ്ഞ പോലെ യാ അക്ഷരം ലഈഫാണ്. ലമ്മതിന് ഭാരമായി വന്നു, താങ്ങാൻ കഴിയില്ല. ലമ്മിനെ ഉപേക്ഷിച്ചു, കളഞ്ഞു. യാഉം ജംഅ് അവസരത്തിൽ വരുന്ന വാവും സുക്കൂനുള്ള ലെറ്റേഴ്സുകളാണ്. വാവിനെ കളയാൻ പറ്റില്ല. അപ്പോൾ അത് എന്താണെന്നറിയില്ല, ജം ആണെന്നറിയില്ല, ഏകവചനം തോന്നിപ്പോവും. അപ്പൊ എന്ത് ചെയ്തു? യാഇനെ കളഞ്ഞു. തവല്ലൗ. ഓക്കെ. ക്ലിയർ അല്ലേ സുഹൈൽ സാറേ? ഇവിടെ ആരാ? ഹക്കീം ക, അഫ്സല്. ഇങ്ങനെ എന്ത് ചെയ്യുന്ന അതിനാണ് നമ്മൾ ഈ സ്ട്രക്ചറുകൾ പഠിച്ചത്. ഇതിൻ്റെ അസ്ലം തു നമുക്കൊരു കുഴപ്പമില്ല. അസ്ലം തു കാരണം സലിമ എന്നതാണ് അതിൻ്റെ സുലാസി മുജറദ്. അതെന്ത് ചെയ്തു? അസ്ലമ എന്ന് ഇഫ്ആലം ബാബിലേക്ക് മാറ്റി. അവിടെ കളഞ്ഞും പോണില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമില്ല, ഒന്നുമില്ല. കറക്റ്റ് അതേപോലെ കിട്ടി ആ അസ്ലം തു എന്ന് പറയുമ്പോൾ. ഇനി നോക്ക്, വേറൊരു ഫീല് അതേ ബാബിലേക്ക് മാറ്റുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട്. റമാ എന്നുള്ളത് മാറ്റുമ്പോൾ നോക്ക് നിങ്ങൾ, അർമാന്നാ വരിക. അപ്പൊ അർമൈത്തു എന്നാ വരിക. അർമൈത്തു. ഇതേ ഭാഗത്ത് അസ്ലം തു എന്ന് പറയേണ്ട സ്ഥലത്ത്
അർമൈതു എന്നാ പറയാം. അപ്പം അത്തരം ചില ഭാഗങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വിശദമായി നമ്മൾ സഞ്ചാനിൽ പഠിക്കും. പക്ഷെ ഈ ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മറന്ന് പോകാൻ പാടില്ല. അതിനാണിപ്പോൾ ഈ ഭാഗം ഞാൻ പറഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 24 ബാബുകൾ, സോറി 24 23 ബാബുകൾ നമ്മൾ പഠിച്ചു. സുലാസി മുജറദിൽ 5 എണ്ണവും, സുലാസി മസീദ് ഫിഹിയിൽ 14 എണ്ണവും, റുബായി മുജറദിൽ 1ഉം, റുബായി മസീദ് ഫിഹിയിൽ 13ഉം. എത്രയായി? 5ഉം 14ഉം 19ഉം 1ഉം 20ഉം 3ഉം 23. ആ 23 ബാബുകളും നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നമ്മളിനി സഞ്ചാനിലേക്ക് കടക്കല്ലേ. കുബ്ര, അജ്ലാസുൽ കുബ്ര പറയണം. സഞ്ചാനിലേക്ക് കടക്കുക, അജ്നാസുൽ കുബ്ര കൂടി പറയണം. എന്താ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ചെയ്യാം. കുബ്ര ഇത് തന്നെ. അതെ, അതിൻ്റെ ഒരു റിവിഷനാണ്. പക്ഷെ കുറച്ചുകൂടി അതിൽ കൂടുതലുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതെ അതെ, ഏതേ എത്തിയില്ല. എന്നാ ഇത് പറയാം, കുഴപ്പമില്ല, നോക്കാം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അറിയാലോ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. വൽ ആഖിബത്തു അന്തിമ വിജയം, ലിൽ മുത്തഖീൻ തഖ്വ ചെയ്ത് ജീവിക്കുന്നവർക്കാണ്, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്കാണ് അന്തിമ വിജയം. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ. വ ബഅദു അൽ-ലാസിമു വൽ മുതഅദ്ദി. ലാസിം, മുതഅദ്ദി. ലാസിം എന്ന് പറഞ്ഞാൽ മഫ്ഊലിലേക്ക് വിട്ട് കടക്കാത്തത്. മഫ്ഊൽ ഉണ്ടാവൂല ആ ഫീലുകൾക്ക്. മുതഅദ്ദി എന്ന് പറഞ്ഞാൽ മഫ്ഊലിലേക്ക് വിട്ട് കടക്കുന്നത്. അതിന് മഫ്ഊൽ ഉണ്ടാവും. ചിലപ്പോൾ ഒരു മഫ്ഊൽ ഉണ്ടാവും, 2 ഉണ്ടാകും, 3 ഉണ്ടാവും. അപ്പോൾ ലാസിം എന്താണ്, മുതഅദ്ദി എന്താണ്, ഇത് നമ്മൾ അജ്നാസ് സൂറയിൽ പറഞ്ഞിട്ടില്ല. അതിലേക്കൊരു സൂചന കൂടി പറയാം. ഫഅലം, അറിയണം. യാ അഖി, എൻ്റെ സഹോദര. അസ്അദകല്ലാഹു തആല, അല്ലാഹു തആല നിനക്ക് സന്തോഷം നൽകട്ടെ. വ ഇയ്യാന, നമുക്കും സന്തോഷം നൽകട്ടെ. ഫിദ്ദാറൈനി, ഇരുവീടുകളിലും. ഇരുവീടുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കും നമുക്കും സന്തോഷം നൽകട്ടെ. ആമീൻ. ഒരു ദുആ, ഒരു പ്രാർത്ഥന നടത്തിയിട്ട് തുടങ്ങുകയാണ്. മോനെ, നീ അറിയണം. എന്താണ് അറിയേണ്ടത്? അന്നൽ അഫ്ആല, തീർച്ചയായും ഫിഇലുകൾ. നേരത്തെ നമ്മൾ അജ്നാസ് സൂറയിലും കുബ്രയിലും ലെറ്ററുകളുടെ എണ്ണം അനുസരിച്ചും ഒരു വിഭാഗമായിട്ട് തിരിച്ചു. പിന്നെ ആ ലെറ്ററുകൾ തന്നെ ഇല്ലത്തുള്ള അക്ഷരമാണോ, ന്യൂനതുള്ള അക്ഷരമാണോ, ഹംസയാണോ,
അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേറൊരു തരംതിരിക്കലും തിരിച്ചു. ഇവിടെ നമ്മൾ ഒരു ഫീലിനെ മറ്റൊരു രൂപത്തിൽ തിരിക്കുകയാണ്. ശ്രദ്ധിക്കണേ. അന്നൽ അഫ്ആല, തീർച്ചയായും ഫീലുകൾ, മിൻ ഹൈസുൽ മഅന, ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മീനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ, നൗആനി, രണ്ട് രൂപങ്ങളാണ്, രണ്ട് ഇനങ്ങളാണ്. ഏതൊക്കെയാ രണ്ട് ഇനങ്ങൾ? ലാസിമുൻ, ഒന്ന് ലാസിമാണ്, വ മുതഅദ്ദിൻ, രണ്ടാമത്തത് മുതഅദ്ദിയാണ്. ഒന്ന് ലാസിം എന്ന് പറയും, മറ്റൊന്നിന് മുതഅദ്ദി എന്ന് പറയും. ഫൽ ലാസിമു, അപ്പോൾ ലാസിമ് എന്ന് പറഞ്ഞാൽ മാ, ഒരു ഫിഇലാണ്. ലാ യതജാവസു അൽ ഫാഇലു, അല്ലെങ്കിൽ ലാ യതജാവസുൽ ഫാഇല, ലാ യതജാവസു, അത് വിട്ട് കടത്തുകയില്ല, അൽ ഫാഇല, ഫാഇലിനെ. കർത്താവ് എന്തായാലും ഒരു ഫീലിനുണ്ടാവും, പ്രവർത്തിച്ച ആൾ എന്തായാലും ഒരു ഫീലിനുണ്ടാവും. ആ ഫാഇലിനെ അത് വിട്ട് കടത്തുകയില്ല, ഇലൽ മഫ്ഊലി, മഫ്ഊലിലേക്ക് വിട്ട് കടത്തുകയില്ല. അതിനെ മഫ്ഊലിലേക്ക് വിട്ട് കടത്തൂല. ഉദാഹരണം പറഞ്ഞാൽ ദഹബ, ദഹബ ഒരു ഫീലാണ്. ദഹബ സൈദുൻ, സൈദ് പോയി, സൈദ് പോയി എന്ന് പറഞ്ഞു. അപ്പൊ പോയി എന്ന ഒരു പ്രവർത്തനം സൈദിന്റെ ഭാഗത്തു നിന്നുണ്ടായി. സൈദ്, ഇനി ആ പോവുക എന്നുള്ളത് മഫ്ഊലുണ്ടോ? അതിന് മഫ്ഊലില്ല. നേരെ മറിച്ചോ, സൈദ് അടിച്ചു എന്ന് പറഞ്ഞു. ആരെ അടിച്ചു? അംറിനെ അടിച്ചു. അപ്പൊ സൈദ് അടിക്കുക എന്ന പ്രവർത്തനം സൈദിൽ നിന്നും അംറിലേക്ക് വിട്ട് കടന്നു. ആ വിട്ട് കടത്തിയ ഫീൽ ഏതാണ്? ലറബ എന്ന ഫീലാണ്. അപ്പോൾ ലറബ എന്ന ഫീൽ മുതഅദ്ദിയാണ്, വിട്ട് കടത്തുന്നതാണ്. മറ്റേതോ റഹബ എന്നത് സൈദിൽ നിന്നും ഒന്നിലേക്കും വിട്ട് കടന്നില്ല, അതിന് മഫ്ഊലില്ല. അതുകൊണ്ട് റഹബ എന്നത് ലാസിമാണ്. അത് വേറെ രൂപത്തിൽ, വീട്ടിലേക്ക് പോയി. അത് ഇലൽ ബൈത്തി എന്ന ഇല എന്നുള്ള ഒരു അക്ഷരം കൂടി വന്നു. അൽ ബൈത്തി എന്നുള്ളത് മഫൂൽ അല്ലല്ലോ, അത് ജാറ് മജ്റൂർ കൂടിയതാണ്, മഫൂൽ അല്ല. മഫൂൽ നസ്ബായിരിക്കും. ദഹബ എന്ന് പറയുന്ന പ്രവർത്തനം, അടിച്ചു എന്ന് പറഞ്ഞ പ്രവർത്തനം കണ്ടില്ലേ? സൈദ് അടിച്ചു, അംറിനെ അടിച്ചു. അപ്പൊ അടി ആർക്ക് കിട്ടി? അംറിലേക്ക് കിട്ടി. അതെന്തിന് കിട്ടി? അംറിന് എന്ത് ചെയ്തു? കിട്ടി. അതേപോലെ ഈ വീടിനിക്ക് ദഹബ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം എത്തുന്നില്ല. വീട് അവിടെ തന്നെ ഓൾറെഡി ഉണ്ടല്ലോ. വീട്ടിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ആ വീട്ടിലേക്ക് എന്ന ഒരു ജുംല, അത് ഈ ദഹബയോടൊരു ബന്ധമുണ്ട് എന്നേ വരുള്ളൂ, മഫ്ഊലായിട്ട് വരുന്നതല്ല. മഫ്ഊലായ രൂപത്തിൽ ഫായിലിനെ മഫ്ഊലിലേക്ക് വിട്ടുകടത്തുന്നില്ല ദഹബ. ഏതുപോലെ? ദറബ എന്നതിനെ വിട്ടുകടത്തുന്നത് പോലെ. അപ്പോ ലാസിമിന്റെ നിർവചനം അപ്പൊ നമ്മൾ പറഞ്ഞു, മാ ലാ യതജാവസുൽ ഫാഇല ഇലൽ മഫ്ഊലി, ഫായിലിനെ മഫ്ഊലിലേക്ക് അത് വിട്ടുകടത്തുന്നില്ല. അപ്പോൾ ഫലാ യുബ്നാ മിൻഹുൽ മജ്ഹൂലു, അതിൽ നിന്ന് മജ്ഹൂൽ ഉണ്ടാക്കപ്പെടൂല. മജ്ഹൂല് ഉണ്ടാവണമെങ്കിൽ മഫ്ഊല് വേണല്ലോ. മഫ്ഊലിനെ അല്ലേ നായിബ് ഫായിലിന്റെ സ്ഥാനത്ത് നിർത്തുക. അപ്പൊ അതുകൊണ്ട് ദഹബക്ക് മജ്ഹൂലും ഉണ്ടാവുകയില്ല, മജ്ഹൂലുണ്ടാവില്ല. അതുപോലെ വസ്മുൽ മഫ്ഊൽ, ഇസ്മു മഫ്ഊലും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ സർഫാക്കി പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് ഇസ്മു മഫ്ഊലും പറയും, മജ്ഹൂലും ഉണ്ടാക്കും. അത് സർഫിന്റെ സ്ട്രക്ചർ പിടികിട്ടാൻ വേണ്ടിയിട്ടാണ്. അർത്ഥം ചിന്തിച്ചുകൊണ്ട് അർത്ഥത്തിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ദഹബക്ക് എന്നുണ്ടാവില്ല, മഫ്ഊലുണ്ടാവില്ല, മജ്ഹൂലും ഉണ്ടാക്കപ്പെടുന്നതല്ല. നഹ്വേതുപോലെ ഹസുന സൈദുൻ,
സെയ്ദ് ഭംഗിയായി, സെയ്ദ് ഭംഗിയുള്ളവനായി. അത് ഏതിലേക്കാ വിട്ടുകിടക്കുന്നത്? എവിടേക്കും വിട്ടുകിടക്കുന്നില്ലല്ലോ. ഒന്നും വായിക്കുന്നില്ലേ? എന്താ പണി? നീയാ എന്താ ഡയറി? സ്കൂൾക്കാ? ഒരു മിനിറ്റ്. അപ്പൊ നോക്കണേ, സെയ്ദ് ഭംഗിയായി എന്ന് പറയുമ്പോ ഭംഗിയായത് സെയ്ദാണ്. സെയ്ദ് എന്ന് എവിടേക്കായാലും വിട്ട് കടന്നോ? അത് കിടന്നുണ്ടോ? ഭംഗിയാക്കി എന്ന് പറയുമ്പോൾ വിട്ടു കിടന്നു അല്ലേ? സെയ്ദ് എന്ത് ചെയ്തു? വേറൊരാളെ ഭംഗിയാക്കി മേക്കപ്പ് ചെയ്ത് കൊടുത്തു. അത് എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്രവർത്തനം സെയ്ദ് എന്ന ഫായിലിനെ അത് ഹസ്സന എന്നാ പറയാം. ഹസ്സന സെയ്ദുൻ അംറൻ, സെയ്ദ് അംറിനെ നന്നാക്കി, മനോഹരമാക്കി. ഹസുന സെയ്ദുൻ എന്നുള്ളത് എന്തില്ല? അപ്പൊ ഹസുനക്ക് ഹുസിന എന്ന് മജ്ഹൂല് പറയില്ല, മഹ്സൂനുൻ എന്ന ഇസ്മു മഫൂലും പറയില്ല. പക്ഷെ നമ്മൾ സർഫാക്കിയപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അജ്നാസില്. അതതിന്റെ സ്ട്രക്ചറിന് മനസ്സിലാവാനാണ്. വൽ മുത്തഅദ്ദി, മുത്തഅദ്ദി എന്ന് പറഞ്ഞാൽ മാ ഒരു ഫിഇലാണ്, യതജാവസുൽ ഫായില, അത് ഫായിലിനെ വിട്ടുകടത്തും, ഇലൽ മഫ്ഊലി, മഫ്ഊലിലേക്ക് വിട്ടുകടത്തും, മഫ്ഊലിലേക്ക് വിട്ടുകടത്തും. ഫയുബ്ന മിൻഹുൽ മജ്ഹൂൽ, അപ്പോൾ അതിൽ നിന്ന് മജ്ഹൂൽ നിർമ്മിക്കപ്പെടും. വസ്മുൽ മഫ്ഊലി, ഇസ്മു മഫ്ഊലും നിർമ്മിക്കപ്പെടും, ഉണ്ടാക്കപ്പെടും. നെഹ്വേതുപോലെ ലറബ സെയ്ദുൻ അംറൻ, സെയ്ദുൻ ലറബ സെയ്ദുൻ അംറൻ. അണ്ടോ? അപ്പൊ ലറബക്ക് മഫൂൽ ഉണ്ട് അവിടെ. അപ്പൊ ലാരിബുൻ എന്നും പറയും ഇസ്മു ഫായിലായിട്ട്. ലുരിബ എന്ന് മജ്ഹൂലും പറയും, മലുറൂബുൻ എന്ന് ഇസ്മു മഫൂലും പറയും. ഇത്തരം രണ്ട് ഫീലുകളാണ് അർത്ഥത്തിനെ അടിസ്ഥാനമാക്കിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു ഫീല് കണ്ടു കഴിഞ്ഞാൽ 3 രൂപത്തിൽ അതിനെ എന്ത് ചെയ്തു? വിഭജിച്ചു. 2 അതിൻ്റെ അക്ഷരങ്ങളുടെ കൗണ്ട് അനുസരിച്ച്, പിന്നെ അക്ഷരങ്ങളുടെ ഇതനുസരിച്ചാണ്. ഏത് സ്വഹീഹാണോ മഹ്മൂസാണോ മിത്താലാണോ, അങ്ങനെ ആ 2 ഐറ്റം അങ്ങനെ തിരിച്ചു. ഇപ്പം പിന്നെ അതിൻ്റെ മീനിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ലാസിമാണോ മുത്തഅദ്ദിയാണോ എന്ന് തിരിച്ചു. അപ്പോൾ ഒരു ഫീല് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് സുലാസിയാണോ റുബായിയാണോ എന്ന് നമുക്ക് തിരിയണം. അതുപോലെ സ്വഹീഹാണോ മുഅ്തല്ലാണോ അതും നമുക്ക് തിരിയണം. അതുപോലെ ലാസിമാണോ മുത്തഅദ്ദിയാണോ അതും നമുക്ക് മനസ്സിലാവണം. ഓക്കെ അല്ലേ? ലാസിമായ ഫീലിനെ മുത്തഅദ്ദിയാക്കാൻ പറ്റും, ലാസിമായ ഫീലിനെ മുത്തഅദ്ദിയാക്കാൻ പറ്റും. മുത്തഅദ്ദിയായ ഫീലിനെ ലാസിമാക്കാനും പറ്റും, ചില പ്രത്യേക ബാബിൽ കൊണ്ടുവരുമ്പോൾ കേട്ടോ. അത് നമ്മൾ പറയും, ശേഷം പറയും. ഇപ്പൊ ഹസുന എന്നത് ലാസിമായിരുന്നു, അതിനെ നമ്മൾ ഹസന എന്ന് മുത്തഅദ്ദിയാക്കി. കറുമ എന്നുള്ളത് ലാസിമായിരുന്നു, അക്രമ എന്ന് നമ്മൾ മുത്തഅദ്ദിയാക്കി. ജാ എന്നത് ലാസിമായിരുന്നു, ജറിന്റെ അക്ഷരം കൊണ്ട് അതിനെ മുത്തഅദ്ദിയാക്കി. അതുകൊണ്ടാണ് ജാഅക്ക് ജീഅ ബിഹി, ജീഅ അല്ലേ? അങ്ങനെ ഒരു ആയത്തില്ലേ സുഹൈൽ സാറേ? വജീഅ യൗമഇദിൻ ബിജഹന്നം. അപ്പൊ ജീഅ എന്ന് മജ്ഹൂലാണ്, അതിനെ മജ്ഹൂല് കൊണ്ടുവന്നു, അതിനെ മുത്തഅദ്ദി ആക്കിയത് കൊണ്ടാണ്. അങ്ങനെ മുത്തഅദ്ദി ആക്കാൻ പറ്റും, ഇനി ലാസിമും ആക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ ഇൻഫഅല ബാബിലേക്ക് കൊണ്ടുവന്നു. ഇൻഫഅല, ഫതഹ തുറന്നു, ഇൻഫതഹ തുറന്നു.
ഈ രാജ്യമല്ലേ ഏത് ഏത് ജി ജി ലാസിമല്ല, അത് മുത്തഅദ്ദി ആക്കി. അതിന് ജാ അബി ജഹന്നമ, അള്ളാഹു നരകത്തെ കൊണ്ടുവന്നു. ജാ ബി ജഹന്നമ, ജാ ബി ജഹന്നമ എന്ന് പറയുമ്പോൾ നരകത്തെ അവൻ കൊണ്ടുവന്നു. അള്ളാഹു ജി അബി ജഹന്നം എന്ന് പറഞ്ഞാൽ നരകം കൊണ്ടുവരപ്പെട്ടു. മജ്ഹൂലായി. അപ്പൊ ഈ നായിബ് ഫായിലിന്റെ സ്ഥാനത്ത് ബി ജഹന്നമ, ബി ജഹന്നം. എല്ലാ ജാറും അല്ല, എല്ലാ ജാറ് മജ്റൂറും വരില്ല. എല്ലാ ജാറ് മജ്റൂറും കൊണ്ട് മുത്തഅദ്ദി ആവൂല. അങ്ങനെയാണെങ്കിൽ മുത്തഅല്ലിക്ക് ഒരുപാട് വരും, ലാസിമേ ഉണ്ടാവൂല. ഉദാഹരണം പറയാം, റഹബ യൗമൽ ജുമഅത്തി, വെള്ളിയാഴ്ച ദിവസം പോയി. യൗമൽ ജുമഅത്തി എന്ന് മഫ്ഊൽ തന്നെയാണല്ലോ, ലർഫു മഫ്ഊലാണ്. അതിന് ലോകത്ത് ലാസിം ഉണ്ടാവില്ല, എന്തെങ്കിലും ബന്ധമില്ലാത്തൊരു ഫീലും ഉണ്ടാവില്ല. ആ മഫ്ഊല് ബിഹി, അതാണ് ഒറിജിനൽ മഫ്ഊല്. മഫ്ഊൽ 5 വീതം മഫ്ഊൽ നമ്മൾ തഖ്വീൻ ലിസാനിൽ കൊടുത്തു. ഒറിജിനൽ എ ക്ലാസ് മഫ്ഊല് മഫ്ഊല് ബിഹിയാണ്. മഫ്ഊല് ബിഹി ഉണ്ടാവില്ല എന്നാണ്. ഇത് മഫ്ഊല് ബിഹിയാണ്. കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ആ വരല് വിട്ട് കിടക്കുന്നുണ്ടല്ലോ ആ വസ്തുവിലേക്ക്, അപ്പൊ അത് മഫ്ഊല് ബിഹിയാണ്. മഫ്ഊൽ ബിഹി ഉണ്ടാകും. അതുകൂടി പറയാം, നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോ ഫയുബ്ന മിൻഹുൽ മജ്ഹൂലു വസ്മുൽ മഫ്ഊലി നഹ്വു ളറബ സൈദുൻ അംറൻ. ഇത് അർത്ഥം അടിസ്ഥാനപ്പെടുത്തിയിട്ട് 2 വിഭാഗമാക്കിയതാണ്. ഇനിയാണ് നമ്മൾ ഏതിൽ പറഞ്ഞത്, നമ്മുടെ അജ്നാസുൽ സുഹറയിൽ പറഞ്ഞ ഭാഗമാണ് ഇനി പറയുന്നത്. ലഫ്ളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് 2 വിഭാഗം. തുലാസിയുൻ വ അന്നൽ അഫ്ആല മിൻ ഹൈസുൽ ലഫ്ളു, ലഫ്ളിനെ അടിസ്ഥാനപ്പെടുത്തി. മറ്റേത് മഅനയാണ് നോക്കിയത്, അർത്ഥത്തിലേക്കാണ് നോക്കിയത്, ലഫ്ളിലേക്ക് നോക്കിയിട്ടില്ല. ലഫ്ളിലേക്ക് നോക്കിക്കൊണ്ട് നൗആനി 2 വിധമാണ്. സുലാസിയുൻ വ റുബാഇയുൻ, 3 അക്ഷരമുള്ളത് 4 അക്ഷരമുള്ളത്. ഫസ്സുലാസിയു, അപ്പോൾ സുലാസി എന്ന് പറഞ്ഞാൽ മാ കാന മാലിഹി അലാ സലാസത്തി അഹ്റുഫിൻ, അതിൻ്റെ മാലി 3 അക്ഷരങ്ങളുടെ മേലാണുള്ളത്. അസ്ലിയത്തിൻ, അസ്ലിയായ 3 അക്ഷരം. നഹ്വേതുപോലെ നസറ വകതബ. വറുബാഇയു, റുബാഇ എന്ന് പറഞ്ഞാൽ മാ ഒരു ഫെയിലാണ്, കാന മാലിഹി അതിൻ്റെ മാലി ആയിരിക്കുന്നു അലാ അർബഅത്തി അഹ്റുഫിൻ 4 അക്ഷരത്തിൻ്റെ മേലായിരിക്കുന്നു. അസ്ലിയത്തിൻ, അസ്ലിയായ 4 അക്ഷരം, ഇതല്ല അസ്ലിയായ. നഹ്വേതുപോലെ അർഖബ വബഅസറ വകുല്ലു വാഹിദിൻ മിൻഹുമാ, ഇവകളിൽ നിന്നുമുള്ള എല്ലാ ഓരോന്നും, സുലാസിയിൽ നിന്നും റുബായിയിൽ നിന്നും. ഇമ്മാ മുജറദുൻ, ഒന്നിരിക്കെ അത് മുജറദായിരിക്കും. ഔ മസീദുൻ ഫീഹി, അല്ലെങ്കിൽ മസീദ് ഫീഹി ആയിരിക്കും. ഫൽ മുജറദു, അപ്പോൾ മുജറദ് എന്ന് പറഞ്ഞാൽ മാ ലൈസ ഫീഹി ഹർഫുൻ സായിദുൻ, അതിൽ സായിദയായ ഹർഫ് ഇല്ല. മിസ്ലു കറുമ വദഹ്റജ എന്നൊക്കെ പോലെ. വൽ മസീദു ഫീഹി, മസീദ് ഫീഹി എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്, ഫീഹി അതിലുണ്ട്, ഹർഫുൻ സായിദുൻ സായിദയായ അക്ഷരമുണ്ട്. നഹ്വു അക്രമ വതദഹ്റജ എന്നതുപോലെ. അക്രമ വതദഹ്റജ, അക്രമയിൽ ആ അധികമുണ്ട്, തദഹ്റജയിൽ ത അധികമുണ്ട്. അപ്പൊ ഇങ്ങനെ ലഫ്ളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്
ഈ രൂപത്തിലും മഅനയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നേരത്തെ പറഞ്ഞ ലാസിം മുത്തഅദ്ദി എന്ന രൂപത്തിലും തിരിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? എവിടെ ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതിനാണ്, പക്ഷെ അതിൽ കുറച്ചും കൂടി സിയാദത്ത് ഉണ്ട്. ഇത് പറയുന്നത് ഓതിയിട്ട് തന്നെ പോകാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا وارحمنا ولوالدينا ولأساتذتنا ولجميع المؤمنين وارحمنا وإياهم بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. إن شاء الله. السلام عليكم ورحمة الله وبركاته. وكرتوا سمعي.